ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ നമ്മുടെ നീണ്ട 14 വർഷത്തെ വനവാസമല്ല ഗൈസ്, അടിച്ച് തല്ല് കൂടി 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 നമ്മൾ അടിച്ച് പൊളിച്ച നീണ്ട 14 വർഷം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ചീസ് ഫാക്ടറിയിലാണ് പോയത്. ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് ആനിവേഴ്സറിയാണ്, ഒരു ക്യാൻഡിൽ വെക്കണമെന്ന്. പക്ഷെ അവർ ഇത്രയും ഗ്രാൻഡ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആനിവേഴ്സറി എന്നൊക്കെ എഴുതി അവർ പാട്ടൊക്കെ പാടി കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തു. ഇത്തവണ ആർക്കും ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ വേറൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പം എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിത്തരിക എന്നാണ് ഇന്നത്തെ സിയോച്ചേൻ്റെ ദൗത്യം കേട്ടോ. അത് എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് ഡ്രസ്സൊക്കെ വാങ്ങിത്തരും. അല്ലാണ്ട് സർപ്രൈസ് പരിപാടിയൊന്നും സിയോച്ചേൻ്റെ കയ്യിലില്ല. അപ്പോൾ നേരെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. മാക്സിൽ കയറി എനിക്കിഷ്ടപ്പെട്ട ഞാനൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ട് സിയോച്ചേട്ടൻ കുറേ നാളായിട്ടൊരു വാച്ചൊക്കെ വാങ്ങിക്കണമെന്ന്. ഇത് ബില്ലും കഴിഞ്ഞ് ഞാൻ നൈസായിട്ട് അവരുടെ അടുത്തുനിന്ന് മുങ്ങി കേട്ടോ. ഞാൻ എവിടെ പോയി എന്ത് പോയി, സിയോച്ചേട്ടൻ എന്നെ കുറേ വിളിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അറിയില്ല എന്താ ഐഡിയ എന്ന്. അപ്പോൾ എന്നെ കുറേ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കിയൊക്കെ നേരിക്കണ്ടോ എക്സ്പ്രഷൻസൊക്കെ. അതെ, ഐസ്ക്രീം gift. What is this? Chocolate. Leaf coupon. Oh, Desma, ഈ ലീക്ക് കൂപ്പറിന് വാച്ചോ ഇഷ്ടപ്പെട്ട സാധനം ഡൈലൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് ഇങ്ങനത്തെ വാച്ച് വേണമായിരുന്നു, അതെനിക്കറിയാം. ഇത് കാണിച്ചത് പക്ഷേ ഇത് എനിക്ക് ചേരുമെന്നാണ്. ഒന്ന് നോക്കാലോ. മൈ ഗോഡ്, എന്താ ഭംഗി. ഓ ഗോഡ്, കൈ അടിച്ച്. അതെ, പിന്നെ എന്റെ കയ്യിൽ എന്തിട്ടാലും ചേരുന്നുണ്ട്. ഇല്ല കുഞ്ഞു, സെറ്റ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വാച്ച് മേടിക്കണം. മോനെ, ഞാൻ ഇത്ര ഭംഗി ഉണ്ടാന്ന് പ്രതീക്ഷിച്ചില്ല. പൊളിച്ച് പറഞ്ഞല്ലോ, സർപ്രൈസിൻ്റെ കാര്യത്തിൽ എന്നെ തോപ്പിക്കുക സിയോച്ചേട്ടനാവില്ല. ഞാൻ ഇതുവരെ വിഷ് ചെയ്തില്ല, ഇപ്പോഴാട്ടോ വിഷ് ചെയ്തേ. കാരണം ഞങ്ങൾ ചെറിയ പിണക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തെ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അതുവരെ ടാറ്റാ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ.